കഴിഞ്ഞ 25 വർഷമായിട്ട് നമുക്ക് തണലും തന്ന് കായ്കളും തന്ന് ഇവനിവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇടയ്ക്ക് 2-3 വർഷം കൂടുമ്പോൾ നമ്മൾ ഇവൻ്റെ ശിഖരങ്ങളൊക്കെ കോതി ഇറക്കാറുണ്ട്. ഇത് കണ്ടോ, കോതി ഒരു കമ്പാണ് കാണുന്നത്. പിന്നെ നിറയെ കാതരും. നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ മുറ്റത്ത് തന്നെയാണ് ഈ ജാതി നിൽക്കുന്നത്. ഏതാണ്ട് 25 വയസ്സിൽ കൂടുതലുണ്ട് ഈ ജാതി മരത്തിന്. നമുക്കും വീടിനും നല്ല തണലും തണുപ്പും തന്നവൻ 25 വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. ഇവനിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ചെറിയ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. മുറ്റം നിറച്ച് എന്നും രാവിലെ നല്ലപോലെ കരിയില കാണും, അതായത് ജാതിയില. പിന്നെ ഉള്ളത് ഈ ടൈലിനിടയ്ക്കൊക്കെ നമ്മൾ പുല്ല് വയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും വളരില്ല. കാരണം ഇവൻ്റെ ഷെയ്ഡുള്ളത് കൊണ്ട് സൺലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള പുല്ലുകളെല്ലാം ചീത്തയായി പോവുകയാണ്. ഇനി അടുത്ത എന്തെങ്കിലും വേറെ ഐഡിയ കാണണം എന്നോർത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാതിമരം. സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ജാതിക്ക നല്ല മൂത്ത് പൊട്ടി ഇങ്ങനെ താഴോട്ട് ചാടാൻ പരുവത്തിൽ നിൽക്കുകയാണ്. എന്നും രാവിലെ ചാർലിയെ കൂട്ടിക്കയറ്റാനായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ നിലത്ത് വീണ് കിടപ്പുണ്ടാകും. നല്ല ചുമന്ന് തുടുത്ത കാകളും അതിൻ്റെ പുറത്തെ തോടും. തോട് നമ്മൾ ചമ്മന്തിക്കോ അച്ചാറിനോ വൈനോ ആയിട്ട് ഉപയോഗിക്കും. കാകൾ നമ്മൾ പെറുക്കിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. ഓരോ ദിവസവും കിട്ടുന്ന ജാതിക്കാകൾ നമ്മൾ കൊണ്ടുവന്ന് ഈ മുറത്തിലിടും. മുറത്തിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലാണിത് ഉണക്കാനിടുന്നത്. നമ്മുടെ ആവശ്യത്തിൽ കൂടുതലായ പിന്നെ ഇത് വിൽക്കാനല്ലേ പറ്റൂ. അപ്പോൾ പലരും പറഞ്ഞു എന്നോട്, ഇത് വിറ്റാൽ നല്ല പൈസയാണ്. അപ്പോൾ എത്ര രൂപ കിട്ടുമെന്നൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ കായെല്ലാം നമ്മൾ ഒരു കവറിലാക്കി സിറ്റിയിലുള്ള അങ്ങാടിക്കടയിൽ കൊണ്ടുപോയി ജാതിക്ക എല്ലാം കൂടെ കൊടുത്തു. പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല ഞങ്ങളുടെ കച്ചവടം. അവിടെ പല സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം. എൻ്റെ കണ്ണുപോയി ഉടക്കിയത് ഇതിലായിരുന്നു. പലരും കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ പേരാണ് പീച്ചിങ്ങ. ഇത് നമ്മൾ തേച്ച് കുളിക്കാൻ ദേഹം തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അങ്ങനെ ഇങ്ങോട്ടവരെനിക്ക് പൈസ തന്നപ്പോൾ ഞാൻ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് ഇതും വാങ്ങിച്ചുകൊണ്ട് പോന്നു.